തീർച്ചയായിട്ടും ഈ റോഡ് അപകടങ്ങൾ ഇന്ന് സംഭവിച്ച 3 റോഡ് അപകടങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം ആ 2 വീലർ ഓടിച്ച ആ ചെറുപ്പക്കാരൻ ഒരു മേജർ റോഡിലേക്ക് മൈനർ റോഡിൽ നിന്ന് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദ, അത് സുരക്ഷാ മര്യാദയാണ്. അതൊരു വാഹനം, ഒരു കാർ മുന്നേ പോകുമ്പോൾ അവിടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, അതിനെ ഫോളോ ചെയ്തു വരണം. കേരളത്തിലെ ഒട്ടുമിക്ക റോഡ് അപകടങ്ങൾക്കും കാരണം അശ്രദ്ധമായ 2 വീലർ ഓടിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി മറ്റ് ഹെവി വാഹനങ്ങള്, കാറുകാര് പെടുന്ന പെടാപ്പാട്. അപ്പൊ അവർക്ക് ചില സമയത്ത് ഈ 2 വീലർ അപകടം ഉണ്ടായിക്കൊണ്ട് സ്ഥലം വിടും, അവർക്കൊന്നും പറ്റില്ല. അതേസമയം അതൊരു കൂട്ട ഇടിയിലേക്ക് പോയതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നിപ്പോ നമ്മൾ കാണുന്നത്. കാര്യം ആ ചെറുപ്പക്കാരന് 1 മിനിറ്റ് നിൽക്കാം. ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ ബൈക്കുകളും അത് ഓടിക്കുന്ന ചെറുപ്പക്കാർക്ക് ഒട്ടും തന്നെ ക്ഷമയുമില്ല, അവർക്ക് സുരക്ഷാ ബോധവുമില്ല. പലരും റിസ്ക് എടുത്തോണ്ട് ഓടിക്കുകയാണ്. പ്രത്യേകിച്ച് ആ ബൈക്കിന്റെ പുറകിൽ ഒരു 50 വയസ്സുള്ള സ്ത്രീ, ആ പയ്യന്റെ അമ്മയാണ്. അങ്ങനെ ഒരാള് സഹയാത്രക്കാരൻ ഉണ്ടാകുമ്പോൾ പാലിക്കേണ്ട ഒരു സുരക്ഷാ ബോധം ആ കുട്ടിക്ക് ഇല്ലാതെ പോയി. അതാണ്, സ്വന്തം അമ്മയെ ഒറ്റയ്ക്ക് ഓടിക്കുമ്പോൾ റെക്ലെസ് ആയിട്ട് ഓടിക്കാറുണ്ട്. പക്ഷെ സ്വന്തം അമ്മയോ ഭാര്യയോ മക്കളോ കുഞ്ഞുങ്ങളോ ഒക്കെ ഉള്ളപ്പോ വളരെ കെയർഫുൾ ആയിട്ട് ഓടിക്കേണ്ട ഒരു വാഹനമാണ് 2 വീലർ. കാര്യം അതിനൊരു കവറിങ് ഒന്നും ഇല്ലല്ലോ, കാറ് പോലെ ഒരു ഷീൽഡ് ഇല്ല. നമ്മുടെ ബോഡി പ്രൊജക്റ്റഡ് ആണ്, മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. മറിഞ്ഞു വീണാൽ തന്നെയും മറ്റു വാഹനങ്ങൾ ശരീരത്തിലൂടെ കയറി ഇറങ്ങി തൽക്ഷണം മരിക്കും. അപ്പൊ ഇത്രയും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർക്ക് ഇതിനെപ്പറ്റി ബോധമില്ലായ്മ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥലത്ത് തന്നെ റോഡ് സുരക്ഷയെ പറ്റി പഠിപ്പിക്കണം. ഈ ബൈക്ക് വാങ്ങുന്നതിന് മുമ്പ് ബൈക്ക് കൊണ്ടുള്ള റിസ്ക് ആണ് കൂടുതൽ പഠിപ്പിക്കേണ്ടത്. ഇപ്പൊ കച്ചവടം ചെയ്യുന്ന, അതായത് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ മിക്ക ആൾക്കാരും അവരുടെ വാഹനത്തിന്റെ കുതിരശക്തി, അതിന്റെ ഫിറ്റ്മെന്റ്സിനെ പറ്റി കൂടുതൽ വിളമ്പാറുണ്ട്. അതല്ല വേണ്ടത്. അവരുടെ ഇത് വാങ്ങുന്ന ആള് ജീവനോട് ഇരിക്കുന്നുണ്ടോ, ജീവനോട് ഇരിക്കുമോ, ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഇപ്പൊ ഇത്രയും ചെറുപ്പക്കാർ, അതായത് ഇന്ത്യ മഹാരാജ്യത്ത് 2 വീലർ ഓടിക്കുന്ന ചെറുപ്പക്കാരുടെ മരണം ഈ രാജ്യത്തിനൊരു തീരാനഷ്ടമാണ്. അതേപോലെ തന്നെ കുടുംബങ്ങൾക്കും തീരാനഷ്ടമാണ്. ഇപ്പൊ ഈ ചെറുപ്പക്കാരൻ സ്വന്തം അമ്മയെ റോഡിൽ കൊന്നു എന്ന് തന്നെ പറയാം. അവന്റെ മനസ്സിന് എങ്ങനെ സമാധാനത്തോടെ ഇനി അവന് ജീവിക്കാൻ പറ്റും? ആ പാവപ്പെട്ട സ്ത്രീ എന്ത് പിഴച്ചു? അവന്റെ ബൈക്കുമേ കയറുന്നതിന് പകരം എല്ലാം ഓട്ടോറിക്ഷ പിടിച്ച് പോവായിരുന്നെങ്കിൽ ആ സ്ത്രീ ജീവനോട് ഇപ്പൊ കണ്ടേനെ. അതെ, അതേപോലെ തന്നെയാണ് ദേശീയപാതയിൽ നടന്നിരിക്കുന്ന ഒരു അപകടം. ആംബുലൻസ് ആണ് മറിഞ്ഞിരിക്കുന്നത്, തെന്നി മാറുന്നതാണ്. ഈ മഴക്കാലത്ത് റോഡിൽ നമുക്കറിയാം തെന്നൽ കാണും, വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകും. അപ്പോൾ ഈ മഴക്കാലത്ത് വാഹനങ്ങൾ റോഡിൽ ഇറക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പൊ രണ്ടത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത് മലപ്പുറം ജില്ലയിലാണ് ആംബുലൻസ് തെന്നി മറിഞ്ഞു വീണത്. കാര്യം ആംബുലൻസ് എന്ന് പറയുന്ന ഒരു വിലപ്പെട്ട ജീവൻ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു പ്രയത്നമാണ് ആ പാവപ്പെട്ട ആംബുലൻസ് ഡ്രൈവർ ചെയ്യുന്നത്. അവിടെ പുതിയതായിട്ട് നിർമ്മിക്കുന്ന ദേശീയപാതകളെല്ലാം തന്നെ വേണ്ടത്ര വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യങ്ങളില്ല, ഡ്രെയിനേജ് ഇല്ല, സ്ലിപ്പറിയാണ്, വെള്ളക്കെട്ട് റോഡിൽ തന്നെ നിർമ്മാണത്തിന്റെ അശാസ്ത്രീയത കൊണ്ട് ഉണ്ട്. കൂടാതെ വാഹനത്തിന്റെ ടയർ, സസ്പെൻഷൻ, ബ്രേക്സ്, ഇതെല്ലാം നമ്മൾ പല പ്രാവശ്യം ചാനലിലൂടെ സംസാരിച്ചിട്ടുള്ളതും റിക്വസ്റ്റ് ചെയ്തതുമാണ്. വാഹനത്തിന് നല്ല കട്ടയുള്ള ടയർ നിർബന്ധമായിട്ടും മഴക്കാലത്ത് വേണം. എസ്പെഷ്യലി ആംബുലൻസിനും മറ്റും അമിത വേഗത്തിൽ പോകാൻ റഷ് ചെയ്ത് പോകേണ്ടതാണ്. ആ ഒരു വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ പാവപ്പെട്ട ഡ്രൈവർ റിസ്ക് എടുത്ത് ഓടിച്ചിട്ടുണ്ടാകും. അപ്പോ റോഡിലെ വെള്ളം ഒഴുക്ക് എന്ന് വെച്ചാൽ റോഡും വാഹനത്തിന്റെ ടയറുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല. കാര്യം ഇത് വെള്ളത്തിന്റെ മുകളിൽ കൂടെയാണ് ഈ വാഹനങ്ങളൊക്കെ മഴക്കാലത്ത് ഓടുന്നത്. അപ്പോ ചെറിയ ഒരു ജെർക്കുണ്ടായാൽ തന്നെ വണ്ടി സ്ലിപ്പ് ചെയ്ത് മറിഞ്ഞ് തലകുത്തനെ വീഴാനും പരിക്കേൽക്കാനും മരിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ദയവ് ചെയ്ത് വാഹനത്തിന്റെ ടയർ പക്കാ കണ്ടീഷൻ ആകണം. പിന്നെ വെള്ളം റോഡിന് കുറുകെ ഒഴുകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മൾ വേഗത കുറച്ച് പോയാൽ നന്നായിരിക്കും. നമുക്ക് ജീവനോടെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റും. സർ, അതേപോലെ തന്നെയാണ് ഈ മഴക്കാലത്ത് പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ ഈ പോക്കറ്റ് റോഡിൽ നിന്നൊക്കെ കിടക്കുമ്പോൾ ഈ ആളുകളുടെ അശ്രദ്ധ തന്നെയാണ് ഈ അപകടങ്ങൾക്കുള്ള എല്ലാത്തിലും കാരണം. നമ്മളിപ്പോൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പറയുമ്പോഴും ആളുകൾ പാലിക്കേണ്ട, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ 2 വീലേഴ്സൊക്കെ ഓടിക്കുന്ന ആളുകളെല്ലാം തന്നെ പാലിക്കേണ്ട കുറച്ച് മുൻകരുതലുകൾ, അത് കൃത്യമായിട്ട് തന്നെ പാഠ്യഭാഗത്തിൽ അടക്കം തന്നെ, അതേപോലെ തന്നെ കൃത്യമായിട്ട് ഇടവേളകളിൽ ഇപ്പോൾ ലൈസൻസ് എടുത്തു കഴിഞ്ഞ ഒരു വ്യക്തി പിന്നീട് അത് എടുത്തു നോക്കുന്നത്, അല്ലെങ്കിൽ പിന്നീട് ഒരു ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഇത്രയും ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞ ഒരു ക്ലാസ് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നില്ല.
അതായത് സുരക്ഷാ ബോധം നമ്മുടെ കുട്ടികളിൽ വളർത്തണമെങ്കിൽ റോഡ് സുരക്ഷ സ്കൂളുകളിൽ കോളേജുകളിൽ പഠിപ്പിച്ചേ മതിയാവും. കാര്യം കുട്ടികൾക്ക് സുരക്ഷാ ബോധം ഇല്ലായ്മയാണ് പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്തെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വാഹനങ്ങളുടെ അമിതമായ വേഗത ആർജിക്കാനുള്ള കുതിരശക്തി, പിന്നെ വാഹനങ്ങളെ പറ്റി കാര്യമായ ബോധം ഈ വാങ്ങുന്നവർക്കും ഓടിക്കുന്നവർക്കും ഇല്ലാത്തത്, പിന്നെ നമ്മുടെ സ്റ്റേറ്റിലെ റോഡുകൾ ദേശീയപാത ഉൾപ്പെടെയുള്ളത് ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട റോഡുകളാണ്, തെറ്റായ ഡിസൈനാണ്. ഇപ്പൊ ഇന്നലെ തന്നെ വിഷ്വൽസ് കണ്ടില്ലേ, റോഡിന്റെ സൈഡ് മുഴുവൻ പൊളിഞ്ഞ് റോഡിലേക്ക് തന്നെ വീഴുകയാണ്. അപ്പൊ ഈ റോഡുകൾ, ഈ ടോൾ പാതകളെല്ലാം തന്നെ അനേകം പേരുടെ ജീവന് ഭീഷണിയാകുകയും അതേപോലെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ റോഡിൽ ആരെയും കൊല്ലാം, ഏത് രീതിയിലും മറ്റൊരാളിനെ അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെട്ടു പോകാം. പിന്നെ CCTV മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് പിടിക്കാമെന്നല്ലാണ്ട് കഠിനമായ ശിക്ഷ ഇതിന് കൊടുക്കണം. മറ്റു രാജ്യങ്ങളിലൊക്കെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നത് കഠിനമായ ഫൈനും ജയിൽ ശിക്ഷയാണ്. അത് ഉറപ്പാക്കാത്തിടത്തോളം കാലം റോഡ് അപകടങ്ങളും മരണങ്ങളും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.